അന്ന് നമ്മൾ വീട്ടിലെ മണ്ണ് വെച്ച് സോയിൽ ക്ലേ ഉണ്ടാക്കി അതുകൊണ്ട് 2-3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സക്സസ് ആയതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്തും അതുമാത്രമല്ല അന്നുണ്ടാക്കിയ ക്ലേ തീരാറായായിരുന്നു. ഇനിയൊരു കുഞ്ഞ് ക്ലേ മാത്രം ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പിൻട്രസ്റ്റ് കുറേ നോക്കി. അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറ്റിയൊരു സ്മോൾ സ്റ്റോറേജ് ബോക്സ് കിട്ടി. അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പടം ഞാൻ പൊക്കത്ത് കൊടുത്തേക്കാം. അങ്ങനെ അതിൻ്റെ ബേസിന് വേണ്ടി ഒരു ഷേപ്പുള്ള സാധനമൊക്കെ വെച്ച് അളവെടുത്ത് അങ്ങനെ അതുവരെയൊക്കെ ഓക്കെ ആയിരുന്നു. അതിനു വേണ്ടി ഞാൻ എൻ്റെ ബേസ് പോലെ ഒരു റെക്ടാങ്കിൾ സംഭവമൊക്കെ ഉണ്ടാക്കി. ഇതുവരെയൊക്കെ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇനിയാണ് അങ്ങോട്ട് 8ൻ്റെ പണി അങ്ങ് വന്നത്. ഞാനുണ്ടാക്കിയ റെക്ടാങ്കിൾ സാധനം തികയത്തില്ലായിരുന്നു ബേസിന് ചുറ്റും വെക്കാൻ. ബാക്കി ഞങ്ങൾക്ക് എൻ്റെ കയ്യിൽ എടുക്കാൻ വേണ്ടി ക്ലേയും ഇല്ല. അപ്പം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറേ നേരം അതിങ്ങനെ വെച്ച് ഞാനിങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ ആണ്, ഇത് നമുക്കൊരു ചെയർ ആക്കിയാലോ എന്ന്. അങ്ങനെ ചെയറിന് വേണ്ട പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാലിന് വേണ്ടിയുള്ള കാലൊക്കെ ഉണ്ടാക്കി ഒരു ഇറുക്കിലൊക്കെ കുത്തിക്കയറ്റി വെച്ച് അങ്ങനെ കാല് വെക്കാൻ നോക്കിയപ്പോൾ അവിടെ പിന്നെയും പണി. കാല് വെക്കാൻ അത് പറ്റുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് കാല് വെക്കണം, എങ്ങനെ വെക്കണ്ടേന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ അതും ഞാൻ ഉപേക്ഷിച്ചു. പിന്നെയും കുറേ നേരം അങ്ങനെ നോക്കി നിന്നപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വേറെ ഐഡിയ ഒന്നും വന്നില്ല. പിന്നെ എനിക്ക് കൈ കിട്ടിയ പോലെ ഞാനൊരു കുഞ്ഞു വാതിലൊക്കെ പണിത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു നട പോലെ വെച്ച് 2 കുഞ്ഞു ബോൾസൊക്കെ വെച്ച് അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെയാണ് വന്നത്. ഇതിനി ഞാൻ പെയിൻ്റ് അടിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് പെയിൻ്റ് അടിക്കുക. എൻ്റെ കൈ കിട്ടിയ സാധനം വെച്ച് ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തു. ഇനി ഞാനിത് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാകുവാണെങ്കിൽ പെയിൻ്റ് അടിക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ അടുത്ത ഷോർട്സിലൂടെ കാണുന്നതായിരിക്കും. എന്തായാലും ഈ സാധനം ഈ സമയം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ സക്സസ് മാത്രം നിങ്ങൾ കണ്ടാൽ പോരല്ലോ, എൻ്റെ ഫ്ലോപ്പും കൂടി കാണണ്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഒരു 4-5 മണിക്കൂർ എങ്ങോട്ടോ പോയതെന്ന് എനിക്കറിഞ്ഞൂടാ. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഉണ്ടാക്കിയൊരു സാധനമാണ്. എൻ്റെ കഷ്ടപ്പാടിനെങ്കിലും നിങ്ങളൊരു ലൈക്കും സബ്സ്ക്രൈബും തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്.